നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 19, 2025 വെള്ളി. അങ്ങനെ ഈ ആഴ്ച ആദ്യത്തെ ട്രേഡിംഗ് സെക്ഷന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ച ഇന്ത്യൻ മാർക്കറ്റിന് തുടർന്ന് ചൊവ്വാഴ്ച മുതൽ ഇന്ത്യ US ട്രേഡ് ടോക്കിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചതിനെ തുടർന്നും മാത്രമല്ല ഫെഡ് പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചതിനെ തുടർന്നും തുടർച്ചയായിട്ട് ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ട്രേഡിംഗ് സെക്ഷനുകളിൽ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. എന്നാൽ പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങി പ്രധാനമായും 5 ഘടകങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി ഈ ആഴ്ചത്തെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം 3 ആഴ്ചയിലും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതുകൂടാതെ ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷമാണ് തുടർച്ചയായി 3ാമത്തെ ആഴ്ചയിലും വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിക്ക് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായത്. കാരണം അവസാന വെള്ളിയാഴ്ചയുടെ ക്ലോസിംഗിൽ നിന്നും ഇന്നത്തെ ക്ലോസിംഗ് വരുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 213 പോയിന്റുകളുടെ മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മാസം ആദ്യ ആഴ്ചയിൽ നിഫ്റ്റിക്ക് 1% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ രണ്ടാമത്തെ ആഴ്ച 1.5% നേട്ടം കൈവരിക്കുന്നതും കാണുവാൻ സാധിച്ചെങ്കിൽ ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് 1%-അടുത്ത് നേട്ടം കൈവരിക്കുവാനുമായി. അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് 3 ആഴ്ച കൊണ്ട് 3%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തുവാനുമായി. ഇതിനെ തുടർന്ന് നിഫ്റ്റി നിലവിൽ അതിന്റെ 2 മാസത്തെ ഉയർന്ന നിലയിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. നിഫ്റ്റിയിലൊക്കെ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ഹൈയും. ഇന്ന് നിഫ്റ്റിയുടെ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൽ തന്നെ ഇന്നത്തെ ഡേ ഹൈ ആയ 25,428 എന്ന ലെവൽ ടച്ച് ചെയ്തുകൊണ്ട് താഴേക്ക് പതുക്കുകയുണ്ടായി. തുടർന്ന് ഇന്ന് ഒട്ടുമിക്ക സമയത്തും 25,300, 25,345 എന്നീ ലെവലുകൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള ട്രേഡിംഗ് റേഞ്ച് ആയിരുന്നു കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. എങ്കിലും ഇന്ന് മാർക്കറ്റിലുണ്ടായ ഫോളിനെ തുടർന്ന് ഉച്ചയ്ക്ക് 12:05 കൂടി നിഫ്റ്റി അതിന്റെ ഡേ ലോയായ 25,286 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുകയുണ്ടായി. തുടർന്ന് നിഫ്റ്റിക്ക് കരുത്താർജിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 96 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടി 25,327 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 387 പോയിന്റുകളുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 82,626 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. അതുകൂടാതെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയും തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെക്ഷന് ശേഷം നഷ്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഇന്നൊഴികെ ഈ ആഴ്ചയിൽ ബാക്കി എല്ലാ ട്രേഡിംഗ് സെക്ഷനും ബാങ്ക് നിഫ്റ്റിക്ക് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുമുണ്ടായി. എങ്കിലും ഇന്ന് മാർക്കറ്റിലുണ്ടായ നഷ്ടത്തെ തുടർന്ന് ബാങ്ക് നിഫ്റ്റിക്ക് 268 പോയിന്റുകൾ നഷ്ടപ്പെടുകയുണ്ടായി. അതേസമയം ഫിൻ നിഫ്റ്റിക്ക് 171 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. മാർക്കറ്റിലുണ്ടായ നഷ്ടത്തെ തുടർന്ന് ഇന്ന് 1,348 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. അതേസമയം 1,414 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. തുടർച്ചയായി 3 ട്രേഡിംഗ് സെക്ഷനിൽ നേട്ടത്തോടുകൂടി വ്യാപാരം തുടർന്നിരുന്ന IT സെക്ടറിലും ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ദൃശ്യമായിരുന്നു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ്, മീഡിയ, ഓട്ടോ, FMCG, IT തുടങ്ങിയ മേഖലകൾക്ക് 0.4% ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതേസമയം പവർ, PSU ബാങ്ക് തുടങ്ങിയ സെക്ടറുകൾക്ക് 1% നേട്ടം കൈവരിക്കുവാനും സാധിക്കുകയുണ്ടായി. HCL ടെക്നോളജീസ്, ICIC ബാങ്ക്, നെസ്ലെ ഇന്ത്യ, ടൈറ്റാൻ കമ്പനി, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, SBI ലൈഫ് ഇൻഷുറൻസ്, ശ്രീറാം ഫൈനാൻസ്, SBI തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുകയുണ്ടായി. ഇന്നത്തോടുകൂടി തുടർച്ചയായി 3ാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും നിസ്സംഗതയാണ് അനുഭവപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇന്നും ഫ്ലാറ്റ് ആയിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 3 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 88.10 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. സെബിയുടെ ഭാഗത്ത് നിന്നും ഹിൻഡൻബർഗ് അലഗേഷൻസിനെതിരെ അദാനി ഗ്രൂപ്പിന് ക്ലീൻ ചിറ്റ് നൽകിയതിനെ തുടർന്ന് ഇന്ന് ഒട്ടുമിക്ക അദാനി സ്റ്റോക്കുകളും പറപറക്കുന്ന കാഴ്ചയും ദൃശ്യമായി. ഇന്ന് പ്രധാനമായും ഒരു ഗ്ലോബൽ ഇവന്റ് ആയിരുന്നു നിലനിന്നിരുന്നത്. അത് ബാങ്ക് ഓഫ് ജപ്പാന്റെ ഭാഗത്ത് നിന്നുമുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു. അത് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ്
സ്റ്റഡി ആയിട്ട് തന്നെയാണ് നിലനിർത്തുകയുണ്ടായത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുണ്ടായ പ്രധാന 5 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ പ്രധാനപ്പെട്ട ഘടകം. കാരണം ഇന്ത്യ US ട്രേഡ് ടോക്കിന്റെ പ്രതീക്ഷ വർദ്ധിച്ചതിനാലും മാത്രമല്ല ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ കട്ട് പ്രതീക്ഷിച്ചിരുന്നതിനാലും അതിനെ തുടർന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയതിനെ തുടർന്ന് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷൻ കൊണ്ട് പല സെക്ടേഴ്സിലും പല സ്റ്റോക്കുകളിലും വലിയ കുതിച്ചുചാട്ടം തന്നെ നടത്തുവാനായി. എന്നാൽ ഇന്ന് നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും ആ നേട്ടങ്ങളൊക്കെ മുതലെടുക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇതിനെ തുടർന്ന് ഇന്ന് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ആയ TCS, ICICI ബാങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അതിശക്തമായ സെല്ലിംഗ് അനുഭവപ്പെട്ട IT ഇൻഡെക്സ്, FMCG തുടങ്ങിയ സെക്ടറുകളിലുണ്ടായ അതിശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മുടെ മാർക്കറ്റിനെയും തളർത്തുകയുണ്ടായി. സെപ്റ്റംബർ 29, 2018 യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇറാനിലെ ചാബഹാർ പോർട്ടിന് ഉണ്ടായിരുന്ന ഉപരോധം എടുത്തു മാറ്റുകയുണ്ടായി. ഇറാനിലെ ചാബഹാർ പോർട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഇന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നും ചാബഹാർ തുറമുഖത്തിന് നൽകിയിരിക്കുന്ന ഉപരോധ ഇളവ് പിൻവലിക്കുകയുണ്ടായി. ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു നടപടിയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഈ ആഴ്ചയിൽ ഏതാനും ട്രേഡിംഗ് സെക്ഷനായിട്ട് തുടർച്ചയായിട്ട് ഇന്ത്യൻ മാർക്കറ്റെ തുണച്ചുകൊണ്ടിരുന്ന ഗ്ലോബൽ ക്യൂസ് ഇന്ന് മോശമായി മാറിയതാണ് മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെ US മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഇന്ന് യൂറോപ്യൻ മാർക്കറ്റായ UK, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തോടുകൂടി വ്യാപാരം തുടർന്നതും മാത്രമല്ല ഇന്ന് ഏഷ്യയിൽ ഹോങ്കോങ്, ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സുകളും നഷ്ടത്തോടുകൂടി വ്യാപാരത്തിൽ തുടർന്നതും അവസാനിപ്പിച്ചതും നമ്മുടെ മാർക്കറ്റിനെയും ദോഷകരമായിട്ട് ബാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായി മാറിയതും നമ്മുടെ മാർക്കറ്റിനെയും തളർത്തുകയുണ്ടായി. പതിവിന് വിപരീതമായിട്ട് നേരിയ ഉയർച്ചയാണെങ്കിൽ കൂടിയിട്ടും ഇന്ന് ഇന്ത്യ വിക്സിൽ ഉണ്ടായ ഉയർച്ചയാണ് നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ഇന്ത്യ വിക്സ് ഒരു ഘട്ടത്തിൽ 10.25 എന്ന ലെവലിൽ എത്തിച്ചേരുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ വിക്സില് 3% അനുഭവപ്പെട്ട ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിന് ദോഷകരമായിട്ട് ബാധിക്കുകയുണ്ടായി. എങ്കിലും പിന്നീട് മാർക്കറ്റ് റിക്കവറി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യ വിക്സും കൂൾ ഓഫ് ആവുകയുണ്ടായി. 0.71% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 9.96 എന്ന ലെവലിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. അഞ്ചാമതായിട്ട് ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ നേരിട്ട ഇടിവാണ് നമ്മുടെ മാർക്കറ്റിന് മോശമായി ബാധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ക്ലോസിംഗ് ബേസിസിൽ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 3 പൈസയുടെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും ഇന്ന് മാർക്കറ്റ് ടൈമില് ഒട്ടുമിക്ക സമയത്തും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് നേരിടുകയുണ്ടായി. ഇന്നലെയും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഭീകരമായിട്ട് ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ ഇന്ത്യൻ രൂപയിൽ അനുഭവപ്പെട്ട ഇടിവും നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു കാരണമായി മാറുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. LT എലവേറ്റർ IPO ഇന്ന് BSE SME പ്ലാറ്റ്ഫോമിൽ 74% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. വെക്ടേഴ്സ് ഫുഡ് ഇന്ന് നടന്ന ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഡയറക്ടേഴ്സിനെ റീ അപ്പോയിന്റ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല 3 രൂപ ഡിവിഡൻഡ് പെർ ഷെയറും കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. വോഡഫോൺ ഐഡിയ AGR കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളില് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധിയുടെ ഭാഗത്തു നിന്നും സം സൊല്യൂഷൻ ഈസ് റിക്വയർഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് AGR കേസിനെ കുറിച്ച് വന്നതിനെ തുടർന്ന് ഇന്ന് 10% റാലി ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി. ഗോഡ്ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടറായ സമീർ മോഡിയെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് 2%-ലേറെ ഇടിവും ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി. സായ് ലൈഫ് സയൻസ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ വഴി 1,50,500 ഇക്വിറ്റി ഷെയർസ് അനുവദിച്ചു എന്നുള്ള വാർത്തകൾ. റെഡിംഗ്ടൺ iPhone 17 ഇന്ത്യയിലെ ലോഞ്ചിനെ തുടർന്നുണ്ടായ അതിശക്തമായ സെയിൽസിനെ തുടർന്ന് തുടർച്ചയായി 5ാമത്തെ ട്രേഡിംഗ് സെക്ഷനും ഇന്ന് 9%-ഓളം റാലി സ്റ്റോക്കിൽ ദൃശ്യമായി. തുടർച്ചയായ 5 ട്രേഡിംഗ് സെക്ഷനുണ്ടായ റാലി മൂലം 26% ഉയർച്ചയാണ് 5 ട്രേഡിംഗ് സെക്ഷൻ സ്റ്റോക്കിന് കൈവരിക്കുവാനായി സാധിക്കുകയുണ്ടായത്. ദീപക് നൈട്രേറ്റ് പ്രിഫറൻസ് ഷെയർസ് വഴി ദീപക് കെമിക്കലില്
48 കോടി രൂപ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.